Hi dears, in the previous class we discussed about volume, pressure and temperature. In today's class we are going to discuss about some gas laws. നമ്മൾ പഠിച്ചിട്ടുള്ള വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഗ്യാസ് ലോസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്ക് 3 ലോസാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ബോയിൽസ് ലോ, രണ്ടാമത്തേത് ചാൾസ് ലോ, മൂന്നാമത്തേത് അവഗാഡ്രോസ് ലോ. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ബോയിൽസ് ലോ. ഓക്കെ, ഈ ബോയിൽസ് ലോ എന്ന് പറയുന്നത് വിച്ച് റിലേറ്റ് ടു വോളിയം ആൻഡ് പ്രഷർ. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അത് പറയുന്ന ലോ ആണെന്ത് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ്? വോളിയം ആൻഡ് പ്രഷർ. നിങ്ങൾ ജസ്റ്റ് ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു എക്വേറിയത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ബബിൾസ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. വെള്ളത്തിൻ്റെ താഴെയാകുമ്പം ആ ബബിൾസിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. പക്ഷേ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്തോറും ബബിൾസിൻ്റെ സൈസ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ഇത്? നമുക്കത് നോക്കാം. മിസ് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്തവരുണ്ടാകും. എന്നാലും നിങ്ങൾക്കൊന്നും കൂടി വിശ്വാസം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലിടുക, കയ്യിലൊന്നിട്ടിട്ട് കെട്ടിവെക്കുക. എന്നിട്ട് നിങ്ങൾ ആ പ്ലാസ്റ്റിക് കവറ് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക്, പ്ലാസ്റ്റിക് കവറല്ല, നമ്മളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ കെട്ടുക. എന്നിട്ട് അതൊരു ബക്കറ്റിൻ്റെ വെള്ളത്തിലേക്ക് കൈ താഴ്ത്തി നോക്കുക. നിങ്ങൾക്ക് ബക്കറ്റിൻ്റെ താഴേക്ക് പോകും തോറും ആ പ്ലാസ്റ്റിക് കവർ നമ്മളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പം ആ വെള്ളത്തിൻ്റെ അടിയിലുള്ള പ്രഷർ എന്താണ്? കൂടുന്നുണ്ട്. അപ്പം ഒരു വെള്ളത്തിൻ്റെ അടിഭാഗത്ത് നമ്മൾ താഴേക്ക് ആഴങ്ങളിലേക്ക് പോകും തോറും അതിൻ്റെ പ്രഷർ കൂടിക്കൂടി വരും. അപ്പം വെള്ളത്തിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലാണെന്ന് നമുക്കൊരു എക്സ്പെരിമെൻ്റ് എന്ന് മനസ്സിലാക്കും. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, നല്ല രസമാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു, നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മളുടെ വാട്ടർ ലെവലിൻ്റെ താഴെ ഭാഗത്ത് എന്തായിരിക്കും? പ്രഷർ വളരെ കൂടുതലായിരിക്കും. പക്ഷേ മുകളിലേക്ക് വരുന്തോറും പ്രഷർ എന്താ ചെയ്യുക? പ്രഷർ കുറവായിരിക്കും. താഴെ ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും, പക്ഷേ മുകളിൽ പ്രഷർ കുറവായിരിക്കും. ഇനി ഈ ബബിളിൻ്റെ സൈസ് നോക്കാം. നമ്മൾ വോളിയം എന്താണെന്നാണ് പഠിച്ചത്? ദാറ്റ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ ബോഡി, അല്ലേ? ആ ഒരു ബോഡിയുടെ ആ ഒരു വലിപ്പം, അതിനെയാണ് നമ്മൾ വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബബിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് താഴെ ഭാഗത്ത് വളരെ കുറവാണ്, പക്ഷേ മുകളിലേക്ക് വരുന്തോറും എന്താണ്? ആ ബബിളിൻ്റെ വോളിയം കൂടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രഷറും വോളിയവും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് റിലേഷൻ? പ്രഷർ കൂടുമ്പം വോളിയം എന്താണ്? സൈസ് ഇസ് വെരി ലോ. സോ ദ സൈസ് ഓഫ് ബബിൾ ഇസ് വെരി ലോ ഡ്യൂ ടു ഹൈ പ്രഷർ. പക്ഷേ അത് മുകളിലേക്ക് വരുന്ന സമയത്ത് ദ പ്രഷർ വിൽ ബി ലോവർ. പ്രഷർ കുറയുമ്പം വോളിയം എന്ത് ചെയ്തു? വോളിയം ഇൻക്രീസ് ആയി. അതുകൊണ്ടാണ് ബബിളിൻ്റെ സൈസ് എന്ത് ചെയ്തത്? കൂടിയത്. ഓക്കെ, അപ്പം പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പം ഒന്ന് കൂടുമ്പം ഒന്ന് കുറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒന്ന് കൂടുമ്പം മറ്റേതും കൂടും. ഓക്കെ, സോ ഇൻ ദിസ് കേസ് പ്രഷർ ആൻഡ് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ദിസ് ലോ ഈസ് നോൺ ആസ് ബോയിൽസ് ലോ. സോ ബോയിൽസ് ലോ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. So by definition, how can we define Boyle's law? At constant temperature, volume of a definite mass of a gas is inversely proportional to its pressure. Inversely proportional എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പം ഒന്ന് കുറയും. Okay, then if P is the pressure and V is the volume, then P into V is a constant. സോ നമുക്കിതിനെ, നമ്മൾ ഈ ബോയിൽസ് ലോനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു എങ്ങനെ ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ബോയിൽസ് ലോ പറയുന്നത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. ബോയിൽസ് ലോയിൽ എന്താ പറയുന്നത്? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി. ഇങ്ങനെ കേട്ടോ, ഇതാണ് നമ്മളുടെ ഈ ഒരു ചിഹ്നത്തെയാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എന്ന് പറയാം.
ഓക്കെ. സോ ഇൻവേഴ്സ്ലി ഡയറക്റ്റ്ലി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആണ്, പ്രഷറും വോളിയവും നേരിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ പി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വി ഇങ്ങനെ എഴുതും. ഇതിൻ്റെ മീനിങ് പി കൂടുമ്പം വി കൂടുന്നു. ഇപ്പം ഇതിന് നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1/, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, പി 1/v. ഓക്കെ. So this mean by this is inversely proportional. Okay. Okay, fine. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ട് വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്തെടുക്കുക വാല്യൂസ് കിട്ടില്ല. അപ്പം നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് ഒഴിവാക്കണം. എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കുക? പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട്, എനി കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. സോ ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാം. സോ എനിക്ക് ബോയിൽസ് ലോ പ്രകാരം പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്. സോ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ എങ്ങനെ ഒഴിവാക്കാം? പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/v. ഓക്കെ, ഇങ്ങനെ എഴുതാം. അതായത് കോൺസ്റ്റൻറ്റിന് പകരം ഞാൻ കെ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യുന്നു, ഇൻറ്റു 1/v എന്നെഴുതുന്നു. ഇനി ഞാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ എനിക്ക് എങ്ങനെ എഴുതാം? പി, ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ, എ കോൺസ്റ്റൻറ്റ് ബൈ വി എന്ന് എഴുതിക്കൂടെ? ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. സോ ബോയിൽസ് ലോയിൽ എന്താണ് കോൺസ്റ്റൻ്റ് എന്ന് വരുന്നത്? പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. സോ വാട്ട് ഈസ് ബോയിൽസ് ലോ? ഇറ്റ് ഈസ് ദ ലോ വിച്ച് tells about the relationship between pressure and volume. Then how it is related each other? They are inversely proportional to each other. Okay. When pressure increases, volume decreases. When volume increases, pressure decreases. And P into V is a constant by Boyle's law. So ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. P into V is a constant എന്നുള്ള ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 2.2a ആൻഡ് ഫിഗർ 2.2b. ഈ 2 ഫിഗർ നോക്കുക. ഒരു സിലിണ്ടറിൽ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഗ്യാസ് ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? അതിൽ ഗ്യാസ് മോളിക്യൂൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സിലിണ്ടറിന് നിങ്ങൾക്ക് കാണാം വോളിയം ഇസ് ഹൈ കമ്പയർഡ് ടു ദി സെക്കൻഡ് സിലിണ്ടർ അല്ലേ? അതിന് സെക്കൻഡ് സിലിണ്ടറിന് വോളിയം കുറവാണ്. ഫസ്റ്റ് സിലിണ്ടറിന് വോളിയം കൂടുതലാണ്, സെക്കൻഡ് സിലിണ്ടറിന് വോളിയം കുറവാണ്. അപ്പോൾ അതിലെ പ്രഷർ എങ്ങനെയായിരിക്കും? പ്രഷർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ആ ഒരു യൂണിറ്റ് ഏരിയയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ മോളിക്യൂള് വോൾസിലൊക്കെ ഹിറ്റ് ചെയ്തിട്ട് കൊളൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു പ്രഷറിന്, ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കും, നമ്മളൊരു യൂണിറ്റ് ഏരിയ എടുത്ത് നോക്കിയാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്. നേരെ മറിച്ച് നമ്മൾ വോളിയം കുറഞ്ഞിട്ടുള്ള ഒരു സിലിണ്ടറിൽ ഒരു യൂണിറ്റ് ഏരിയ ഞാൻ എടുത്ത് നോക്കിയപ്പം അതിൽ കണ്ടോ, അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഏതിലായിരിക്കും പ്രഷർ കൂടുതൽ? ഡെഫിനറ്റ് ആയിട്ടും വോളിയം കുറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്കൻഡ് കണ്ടെയ്നറിലായിരിക്കും പ്രഷർ കൂടുക. സോ വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളാണ് നമ്മളുടെ സിറിഞ്ച് അല്ലേ? നമുക്ക് സിറിഞ്ച് എല്ലാവർക്കും അറിയാം. ഓക്കെ. സിറിഞ്ച് നമ്മൾ ഈ ഒരു പിസ്റ്റൺ നമ്മൾ താഴ്ത്താതെ വെക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിറിഞ്ചിൻ്റെ ഉള്ളിൽ വോളിയം വളരെ കൂടുതലാണ്. വോളിയം കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇവിടെ നമ്മളുടെ കൈ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തു, എന്നിട്ട് ഞാൻ പിസ്റ്റൺ താഴേക്ക് അമർത്തുകയാണെന്ന് വിചാരിച്ചു. അമർത്താകുമ്പോൾ ആദ്യം നമുക്ക് വളരെ കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ട് തന്നെ നമുക്ക് പിസ്റ്റൺ താഴേക്ക് ആക്കാൻ പറ്റും. പക്ഷേ ഒരു പകുതി അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു ബിലോ ഒക്കെ പിസ്റ്റൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യില്ല? പിസ്റ്റൺ നമുക്ക് താഴേക്ക് താഴ്ത്താൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം അതിനുള്ളിലുള്ള എയർ ഓൾറെഡി അതിലുണ്ട്, അതിൻ്റെ വോളിയം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കുറഞ്ഞിട്ടുണ്ട്. വോളിയം കുറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ പ്രഷർ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ആ പിസ്റ്റണിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റാത്തത്? അതിനെ താഴ്ത്താൻ പറ്റാത്തത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബോയിൽസ് ലോ വെച്ചിട്ട് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ബോയിൽസ് ലോ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ബോയിൽസ് ലോ പ്രകാരം പി ഇൻറ്റു വി എന്നുള്ളതാണ് എന്ത്? കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്.
പിന്നെ ബോയിൽസ് ലോ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന് മിസ്സ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ ആണിത്. കണ്ടോ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇങ്ങനെ ഒരു ടേബിൾ തരും. ടേബിളിൽ നമുക്ക് പ്രഷറും വോളിയവും തന്നിട്ടുണ്ട്. പ്രഷർ ഇൻ ATM 1 ATM തന്നിട്ടുണ്ട്. വോളിയം ലിറ്റർ 842 ലിറ്റർ തന്നിട്ടുണ്ട്. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കാൽക്കുലേറ്റ് P ഇൻറ്റു V. അപ്പോൾ നമ്മൾ ഓരോ കേസിലെയും P ഇൻറ്റു V നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് കേസിലെ P ഇൻറ്റു V എന്തായിരിക്കും? 1 ഇൻറ്റു 8 അല്ലേ? P 1 ആണ്, V 8 ആണ്. സോ 1 ഇൻറ്റു 8 എന്ന് പറയുന്നത് 8. ദെൻ സെക്കൻഡ് കേസിലെ P ഇൻറ്റു V എന്ന് പറയുന്നത് 2 ഇൻറ്റു 4 എത്ര വരും? അതും 8. ഇനി 4 ATM ഇൻറ്റു 2 ലിറ്റർ 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഓൾസോ 8. അപ്പോൾ P ഇൻറ്റു V ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണല്ലോ നമ്മൾ ബോയിൽസ് ലോ വെച്ച് പഠിച്ചത്. അപ്പോൾ കണ്ടോ, 3 കേസിലും P ഇൻറ്റു V നമുക്ക് എന്താ കിട്ടിയത്? 8 എന്നാണ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലോ റിലേറ്റഡ് ടു ദിസ്? ഏത് ലോ ആയിരിക്കും? ഡെഫിനറ്റ്ലി ബോയിൽസ് ലോ ആയിരിക്കും. ദെൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾസ് തരും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അക്വേറിയത്തിലെ ബബിൾസിൻ്റെ സൈസ് എന്തുകൊണ്ടാണ് മുകളിലേക്ക് എത്തുമ്പം കൂടുന്നത്. ഇനി വേറെ നിങ്ങൾ ഈ മറൈൻ ആൾക്കാർ, അതായത് ഡൈവേഴ്സ്, നമ്മളുടെ കടലിൻ്റെ അടിയിലേക്കൊക്കെ പോകുന്ന ഡൈവേഴ്സ് സ്പെഷ്യൽ ടൈപ്പ് ഡ്രസ്സുകൾ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, നമ്മൾ പഠിച്ചു, വെള്ളത്തിൻ്റെ അടിയിലല്ലേ, കടലിൻ്റെ അടിയിലൊക്കെ ഹൈ പ്രഷറായിരിക്കും. സോ ഹൈ പ്രഷർ ആവുന്ന സമയത്ത് നമ്മൾ അടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ നമ്മളുടെ ബോഡി അല്ലേ, നമ്മളുടെ ബോഡിക്ക് അത് താങ്ങാനാവില്ല. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് നമ്മളുടെ വോളിയം കുറയ്ക്കാൻ നോക്കും. നമ്മളുടെ ഇങ്ങനെ തള്ളും, നമ്മളുടെ ശരീരത്തിൻ്റെയൊക്കെ അധികം ഇങ്ങനെ പിടിച്ച് സ്ക്വീസ് ചെയ്യാന്നൊക്കെ പറയില്ല, അതേപോലെ. അപ്പോൾ അതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേ ആർ വിയറിങ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലോത്തിങ്സ്. അപ്പോൾ ഇതൊക്കെ ബോയിൽസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബോയിൽസ് ലോ ഭാഗം, ടെക്സ്റ്റിലെ ഭാഗം നന്നായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.